മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി അബ്ദുൽ വഹാബിനെ പ്രഖ്യാപിച്ചു. പാണക്കാട് തങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഉന്നതാധികാര സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിവരങ്ങളുമായി കെ ടി സ്വാലിഹ് ചേർന്നുണ്ട്. സ്വാലിഹ് വിശദാംശങ്ങൾ. സൗമ്യ, വലിയ കൂടിയാലോചനകൾക്ക് ശേഷം മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി PV അബ്ദുൽ വഹാബിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അല്പസമയം മുമ്പ് ഹൈദരലി തങ്ങൾ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. നേരത്തെ KPA മജീദിൻ്റെയും PV അബ്ദുൽ വഹാബിൻ്റെയും പേരുകളായിരുന്നു രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉയർന്നു വന്നത്. ഇത് സംബന്ധിച്ച വലിയ ചർച്ചകളും തർക്കങ്ങൾക്കും ലീഗ് യോഗങ്ങൾ വേദിയായി. ഇന്നലെ നടന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗവും ഉന്നതാധികാര സമിതി യോഗത്തിലും സമവായം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തിരികെ വരാം. ശ്രീ KT ജലീൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ KT ജലീൽ, സ്വാഭാവികമായും ഈ ഒരു തീരുമാനം അത് ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. വിവിധ അഭിപ്രായങ്ങൾ കേട്ട് പാണക്കാട് തങ്ങളെടുത്ത ഒരു പ്രഖ്യാപനമാണെന്നൊക്കെ പറയുമ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അതുതന്നെയാണ് മുനവർ അലിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ തന്നെ വ്യക്തമാകുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമുണ്ടാകുമ്പോൾ ശ്രീ ജലീൽ, മുസ്ലിം ലീഗിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഹൈദരലി ശിഹാബ് തങ്ങൾ തുടരുന്നതിൽ ഒരു അർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഹൈദരലി ശിഹാബ് തങ്ങളുടെയും സാദിഖ് ശിഹാബ് തങ്ങളുടെയും സംസ്ഥാന ലീഗ് പ്രസിഡന്റിന്റെയും മലപ്പുറം ജില്ലാ ലീഗ് പ്രസിഡന്റിന്റെയും താല്പര്യവും ഉദ്ദേശവും വഹാബിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതായിരുന്നു. അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് CK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള കരുനീക്കങ്ങൾ നടന്നത്. അതിന്റെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രമായിരുന്നു സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടിച്ചു എന്നുള്ളത്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്, മുനവർ അലി ശിഹാബ് തങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഇന്ന് വരെ എഴുതിയിട്ടുള്ള പോസ്റ്റുകളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ശൈലി, ഇതൊന്നും അല്ല ഇന്നലെ അദ്ദേഹം പോസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന കമന്റിന് ഉള്ളത്. അത് തീർത്തും വ്യത്യസ്തമാണ്. ആരോ അതിന്റെ പിന്നിൽ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തി അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി, ലീഗിന്റെ തീരുമാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2 അധികാര കേന്ദ്രങ്ങൾ ഇനി ലീഗിൽ ഉണ്ടാവില്ല എന്നുള്ളതിന്റെ പ്രഖ്യാപനവും കൂടിയാണ് വഹാബിന്റെ സ്ഥാനാർത്ഥിത്വം. പാണക്കാടും പാണ്ടിക്കടവും 2 അധികാര കേന്ദ്രങ്ങൾ ലീഗിലുണ്ട് എന്നുള്ള ഒരു ധാരണ പൊതുവായി ലീഗ് പ്രവർത്തകരിൽ രൂപപ്പെട്ടു വന്നിരുന്നു. ഇനി പാണക്കാട് മാത്രമായിരിക്കും ലീഗിന്റെ അധികാര കേന്ദ്രം എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ലീഗ് പ്രവർത്തകർക്കും ലീഗിന്റെ നേതാക്കന്മാർക്കും എല്ലാമുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ലീഗ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന, സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അതിനും അപ്പുറത്തേക്ക് മുനവർ അലിയുടെ, താങ്കൾ ഒരുപക്ഷെ പറഞ്ഞതുപോലെ മുനവർ അലിയുടെ ആ ഒരു അഭിപ്രായത്തെയൊക്കെ ആ വിധത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. എങ്കിലും അതിനും അപ്പുറത്തേക്ക് ഈ ഒരു വിഷയം കൂടുതൽ തർക്കങ്ങളിലേക്കോ അത്തരത്തിലുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ, പ്രത്യേകിച്ച് തങ്ങൾ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കോ ഒന്നും പോകില്ല എന്ന് തന്നെ വേണോ കരുതാൻ? ഒരിക്കലുമല്ല. ഇക്കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ മുനവർ അലി ശിഹാബ് തങ്ങൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിനെ തള്ളിപ്പറയാത്തിടത്തോളം കാലം ഞാൻ ചാനൽ ചർച്ചകളിൽ വരുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അവരാരും തന്നെ മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് ലീഗ് നേതൃത്വത്തിന് ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ട് വരും. ആരാണ് ഈ പോസ്റ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? മുനവർ അലി ശിഹാബ് തങ്ങളെ ആരാണ് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം സഫലമാകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത്? സത്യത്തിൽ പാണക്കാട് തങ്ങന്മാരെ മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ അപമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ എല്ലാ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരോട് അഭിപ്രായം ആരാഞ്ഞു. എന്നിട്ട് അവര് തന്നെ അത് പത്രത്തിൽ കൊടുത്തു. ഒരു ജില്ല ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളും, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകൾ മാറി നിന്നു. തൃശൂർ ജില്ലയിലെ ഒരു ഭാരവാഹി മാത്രം, CH റഷീദ് എന്ന് പറയുന്ന ഒരു ഭാരവാഹി മാത്രം വഹാബിന്റെ പേര് പറഞ്ഞു. മറ്റുള്ളവരെല്ലാം തന്നെ മജീദിന്റെ പേര് പറഞ്ഞു എന്ന രീതിയിലേക്ക് ഇന്നലെ വരുത്തുകയും അത് എല്ലാ മാധ്യമങ്ങൾക്കും ചോർത്തിക്കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ വഹാബിനെ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ അർത്ഥം
ജനാധിപത്യത്തിന് ഒരു വിലയും മുസ്ലിം ലീഗിൽ തങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കലാണ്. വളരെ കൃത്രിമമായി ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള ഭൂരിപക്ഷത്തെ ഉപയോഗിച്ച് ശിഹാബ് തങ്ങളുടെ തീരുമാനത്തെ മറികടക്കാം എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കരുതിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ തോന്നലാണ് ഇപ്പോൾ നിഷ്ഫലമായി മാറിയിരിക്കുന്നത്. ഭാവിയിൽ അദ്ദേഹത്തിന് ലീഗ് രാഷ്ട്രീയത്തിൽ നേരിടേണ്ടി വരുന്ന വലിയ ഒരു പ്രതിസന്ധി എന്താകും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയും ഇത് നൽകുന്നുണ്ട്. ആ വിധത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ലീഗിനുള്ളിൽ അങ്ങനെ ഒരു ധ്രുവീകരണം ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുനവർ അലിയുടെ പോസ്റ്റുമായി കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത തീർച്ചയായും അത് തള്ളിക്കളയാൻ വയ്യ. ഇതുവരെ ലീഗിന്റെ ഒരു നേതാവും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. മുനവർ അലി ശിഹാബ് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ബഷീർ അലി ശിഹാബ് തങ്ങൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഫേസ്ബുക്കിൽ മറ്റൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങൾ മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ബഷീർ അലി ശിഹാബ് തങ്ങൾ പറയുന്നത് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാനുള്ള പൂർണ്ണമായ അധികാരം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഹൈദരലി ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ ഇതിലേക്ക് വലിച്ചെഴിച്ച് കൊണ്ടുവരേണ്ട യാതൊരു കാര്യവും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നു എന്നുള്ള മഹാപാതകമാണ് തങ്ങളുടെ ലക്ഷ്യം. അഥവാ മജീദിനെ സ്ഥാനാർത്ഥിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കരുനീക്കിയ ആളുകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ലീഗ് പാർട്ടിയെ, പാണക്കാട് തങ്ങളെ സമൂഹ മധ്യത്തിൽ അവര് തന്നെ അപമാനിച്ചിരിക്കുകയാണ്. സാധാരണ തങ്ങന്മാരെ മറ്റുള്ളവർ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ഇതേ ആളുകളാണ് ചാടി പുറപ്പെടാറ്. അതേ ആളുകൾ തന്നെയാണ് പാണക്കാട് തങ്ങൾ ഏകാധിപതിയാണ്, മുസ്ലിം ലീഗിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാർ പറഞ്ഞ അഭിപ്രായത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം വഹാബിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വ്യാഖ്യാനമല്ലേ ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്? ഇത് സത്യത്തിൽ പാണക്കാട് തങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, അദ്ദേഹത്തെ ആദരവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണോ, അതെല്ലാം അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ, അപമതിക്കാൻ വേണ്ടിയിട്ടാണോ? അത് ലീഗിന്റെ പ്രവർത്തകന്മാർ വരും ദിവസങ്ങളിൽ തീർച്ചയായും ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പരിധി വരെ ആ ഒരു ശ്രമത്തിൽ വിജയിച്ചിട്ട് കൂടിയില്ലേ ശ്രീ ജലീൽ? പ്രത്യേകിച്ച് മജീദിന്റെ പേര് ഒരു ഘട്ടം വരെയും സജീവമായി തന്നെ ചർച്ചയിലുണ്ടായിരുന്നു. തങ്ങളുടെ സപ്പോർട്ടുമുണ്ട് എന്ന രീതിയിൽ തന്നെയായിരുന്നു ചർച്ച. അതിനുശേഷം സ്വാഭാവികമായും വഹാബിനെ പോലുള്ള ഒരാൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കച്ചവട പശ്ചാത്തലമുള്ളത് മുനവർ അലിയുടെ പോസ്റ്റിൽ എടുത്തു പറഞ്ഞിരുന്നതും ആ ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുള്ള ഒരാൾ വരുമ്പോൾ ആ വിധത്തിലൊക്കെ കാര്യങ്ങൾ വായിച്ചെടുക്കുന്ന രീതിയിലേക്ക് കൂടി കരുക്കൾ നീക്കാൻ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിച്ചിട്ടില്ലേ? മുനവർ അലി ശിഹാബ് തങ്ങളുടെ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം മുതലാളിയാണ്. അദ്ദേഹത്തെ മുമ്പ് രാജ്യസഭാ മെമ്പറാക്കിയതിൽ പാണക്കാട് തങ്ങൾക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. തന്റെ പിതാവിന് പൊരുത്തമില്ലാത്ത ഒരു കാര്യം ഇനി ലീഗ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സത്യത്തിൽ 2004 ആരാണ് PV അബ്ദുൽ വഹാബിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയത്? ഇന്ന് അദ്ദേഹത്തെ വേണ്ട എന്ന് പറയുന്ന അതേ ആളുകളാണ് വലിയ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അന്ന് വഹാബിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയത്. മറ്റാരുമല്ല. ഇങ്ങനെ പാണക്കാട് തങ്ങൾ, ശിഹാബ് തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ 3 സെക്രട്ടറിമാരിൽ ഒരാളാക്കിയത് എന്തിനാണ്? മുനവർ അലി ശിഹാബ് തങ്ങളുടെ പോസ്റ്റ് ശരിയാണെങ്കിൽ ഹലോ ശ്രീ ജലീൽ തുടർന്നോളൂ, കേൾക്കാം. മുനവർ അലി ശിഹാബ് തങ്ങളുടെ പോസ്റ്റ് ശരിയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും നിൽക്കാൻ വഹാബിന് കഴിയില്ലല്ലോ. കാരണം പാണക്കാട് തങ്ങൾക്ക് പൊരുത്തമില്ലാത്തവരാണ്. അങ്ങനെയാണല്ലോ ആ പോസ്റ്റിന്റെ രത്നചുരുക്കം. അത് അദ്ദേഹത്തെ കൊണ്ട് ആരോ ഇടിയിട്ടാണ്. അത് അദ്ദേഹത്തിന്റെ ഭാഷയല്ല, അദ്ദേഹത്തിന്റെ ശൈലിയല്ല എന്ന് ആർക്കും ബോധ്യമാകും. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു 10ഓ 15ഓ പോസ്റ്റുകൾ എടുത്ത് അതിലെ ലാംഗ്വേജും ഈ ലാംഗ്വേജും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. എന്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ പോസ്റ്റിനെ തള്ളി പറയാത്തത്? അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയാത്തത്? അത് പറയാത്തിടത്തോളം കാലം അങ്ങനെ പറയാൻ അവർക്ക് കഴിയില്ല. കാരണം അവരാണ് ഇത് ചെയ്യിച്ചത്. അവരത് പറഞ്ഞാൽ മുനവർ അലി ശിഹാബ് തങ്ങൾ തന്നെ വ്യക്തമാക്കും ആരാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന്. അത് ഭയന്നാണ് ഇപ്പോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നിലപാടാണ് മുനവർ അലി ശിഹാബ് തങ്ങളോട് തുടരുന്നത്.
ശ്രീ ജലീൽ, അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം പിന്തുണ ലഭിക്കുന്നുണ്ട്? ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ തന്നെ ആ നീക്കങ്ങൾക്ക് അവസാനമാകുന്ന തരത്തിലേക്കായിരിക്കുമോ കാര്യങ്ങൾ നീങ്ങുക? അതിനും അപ്പുറത്തേക്ക് എത്രത്തോളം പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്? അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനത്തെ മന്ത്രി എന്നുള്ള നിലയിൽ തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ അടുത്തും വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ തീരുമാനത്തെ മറികടക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന ആളുകളും. പക്ഷെ ഇന്ന് ഈ തീരുമാനം വന്നതോടുകൂടി ഇന്നലെ അഭിപ്രായം പറഞ്ഞ ആളുകൾ മുഴുവൻ ഇപ്പോ കൈ കടിക്കുന്നുണ്ടാകും, ഒരു സംശയവുമില്ല. അവരൊക്കെ തന്നെ പാണക്കാട്ട് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് എത്തി തങ്ങളെ ഞാൻ ഇന്നലെ പറഞ്ഞത് എന്റെ അഭിപ്രായമല്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, തങ്ങളൊന്നും വിചാരിക്കരുത് എന്ന് തങ്ങളുടെ അടുത്ത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ മുഴുവൻ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും എത്തി പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെ നന്ദി ശ്രീ കെ ടി ജലീൽ. വളരെ വിശദമായി തന്നെ നിലവിലെ ലീഗ് രാഷ്ട്രീയം, രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട ലീഗ് രാഷ്ട്രീയം, അതിന് പിന്നിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കളികളെ കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ സംസാരിച്ചതിന്, രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ലീഗ് അബ്ദുൽ വഹാബിനെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ തങ്ങൾ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം കൂടി ഒരുപക്ഷെ വലിയ രീതിയിൽ തന്നെ ലീഗ് ചർച്ച ചെയ്യേണ്ടതുണ്ട്, ലീഗ് ഈ വിഷയം അന്വേഷിക്കേണ്ടതുണ്ട് എന്നൊരു ആവശ്യം തന്നെയാണ് ശ്രീ കെ ടി ജലീൽ ഉന്നയിക്കുന്നത്. അവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രീ കെ ടി ജലീൽ പറഞ്ഞത്.